കൊല്ലം ജില്ലയിലെ മയ്യനാട് പോകുന്ന വഴിക്ക് പ്രധാനപ്പെട്ട ഒരു ലെവൽ ക്രോസ് ആണ് കൂട്ടിക്കട ലെവൽ ക്രോസ്. ഇതുവഴി കടന്നു പോകുന്നവർ ഇതുവഴിയാണ് പോകുന്നതെന്നറിയുമ്പോൾ തലയിൽ കൈവച്ചുകൊണ്ട് പോകുന്ന അത്രയ്ക്കും ഒരു ദുരിതമായ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കൂട്ടിക്കട ഈ ലെവൽ ക്രോസ്. ഇവിടെ നമുക്ക് ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ ഒരു പോലീസ് ഓഫീസർ കഴിഞ്ഞ 1.5 മാസമായിട്ട് ഇവിടെ ഈ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ നമ്മൾ കാണും ഒരു ലെവൽ ക്രോസിലും ഒരു പോലീസ് ഓഫീസറോ നമുക്ക് നിയന്ത്രിക്കാൻ ആരും തന്നെയില്ല. വരുന്ന വാഹനങ്ങളും ഇരുചക്ര വാഹനവും 4 ചക്ര വാഹനങ്ങളും അവർ തന്നെത്താൻ തന്നെ നിയന്ത്രിച്ച് പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെയും ലെവൽ ക്രോസിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ നിയന്ത്രിച്ച് ഈ വാഹനങ്ങളെല്ലാം നിയന്ത്രിച്ച് വിടാൻ ഇവിടെ ഒരു പോലീസ് ഓഫീസറെ നിർത്തിയിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കമ്മീഷണറോ കളക്ടറോ MLA MP ആരും നിയമിച്ചതല്ല. അദ്ദേഹത്തിന് ഇവിടെ സമീപ പ്രദേശത്തുള്ള ഒരു അഭിഭാഷകൻ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ ജനങ്ങൾക്ക് ഇത്രയും ഒരു ആശ്വാസകരമായൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അഭിനന്ദനാർഹമായ കാര്യമാണ്. ഏകദേശം ഉദ്ദേശിച്ച് 2 വർഷമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുകയാണ്, എങ്ങനെ ഇത് റിസോൾവ് ചെയ്യാമെന്ന്. പലയിടത്തും പരാതി കൊടുത്ത് പല രീതിയിലും പലരെയും കണ്ട് എന്നിട്ടൊന്നും ഒരു രീതിയിലും ഒരു ശാശ്വത പരിഹാരം കിട്ടിയിട്ടില്ല. അവസാനമാണ് അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ഞാൻ നിയമപരമായിട്ട് പോരാടാൻ ഇറങ്ങിയത്. ആദ്യം ഞാൻ പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് ലീഗൽ സർവീസ് അതോറിറ്റി കൊടുത്തു. SHO, CPO, കളക്ടർ ഇവരെല്ലാമായിരുന്നു എതിർകക്ഷികൾ. അവരെല്ലാം കോടതി വരാൻ നിർദ്ദേശിക്കുകയും ചെയ്തു കോടതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരേപുരം SHOയ്ക്ക് വേണ്ടി അവിടുത്തെ അഡീഷണൽ സബ് ഇൻസ്പെക്ടറാണ് പറഞ്ഞു വിട്ടത്. ഇതിൻ്റെ പിക്ചറും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഞാൻ ബഹുമാനപ്പെട്ട കോടതി അന്ന് അദാലത്തിൽ നിന്ന് ഫസ്റ്റ് അഡീഷണൽ ജില്ലാ ജഡ്ജി വിനോദ് സാറിനെ കാണിച്ചപ്പോൾ സാറ് തന്നെ പ്രൈസ് ദി ലോർഡ്, വാട്ട് ഹാപ്പൻ, ഇതെന്ത് സംഭവിച്ചത്, ഭയങ്കര ദൈവാധീനമുള്ളവരാണല്ലോ വക്കീലെ നിങ്ങൾ ആ നാട്ടിലുള്ളവർ എന്നാണ് പറഞ്ഞത്. അത് ട്രെയിൻ വന്ന് നിൽക്കുകയാണ് അവിടെ വണ്ടികൾ റെയിൽവേ ഗേറ്റിൽ കൂടെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തത്. അത് ഗേറ്റ് അടയ്ക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം ട്രാഫിക് ബ്ലോക്കാണ്. ട്രെയിൻ നിർത്തി അവിടെ ഒരു 10 മിനിറ്റ് ഇട്ടിട്ട് പിന്നെ ജനങ്ങളെല്ലാം ചേർന്ന് വണ്ടികൾ മൊത്തം മാറ്റിയിട്ടാണ് ട്രെയിൻ പാസ് ചെയ്തത്. വലിയൊരു അപകടമാണ് അന്നത്തെ ദിവസം അവിടെ നടക്കാറ്. അങ്ങനെ നിരവധി പ്രാവശ്യം ആ ലെവൽ ക്രോസിൽ അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു വാഹനം പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത വാഹനം വരുന്നതിന് വേണ്ടി ഇത് ഗേറ്റ് അടയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് കോൺവോയേക്കാളും അക്യൂട്ടായിട്ടാണ് വണ്ടികൾ പോകുന്നത്. തൊട്ടില്ല എന്നും പറയാം, ഒരു തുരുമ്പിനുള്ള ഗ്യാപ്പ് പോലും കൊടുക്കാറില്ല. അങ്ങനെ വരുമ്പം ഗേറ്റ് അടയ്ക്കാൻ പറ്റത്തില്ല. അവിടെ ഗേറ്റ് കീപ്പർ അവിടെ നിന്ന് സൈറൻ മുഴക്കുകയും ചെയ്യുന്നുണ്ട്. ഗേറ്റ് അടയ്ക്കാൻ താത്തിക്കൊണ്ടുവന്ന് ഗേറ്റ് താരത്തില്ല, ആ രീതിക്ക് കിടക്കുക. അപ്പോൾ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും ജില്ലാ ആസ്ഥാനത്ത്. അങ്ങനെ ട്രെയിൻ അവിടെ സിഗ്നൽ കൊടുത്ത് അവിടെ പിടിച്ചിടുക. ഇത് ഒന്നിലധികം പ്രാവശ്യം കണ്ട്. ഇതിനെതിരെ പലരും അവിടുത്തെ വ്യാപാരി വ്യവസായികളെല്ലാം കൂടെ സംഘടിച്ച് അവിടുത്തെ ACPക്ക് ഒരു നിവേദനം കൊടുത്ത് ACP അവിടെ വന്നൊരു അവിടെ എല്ലാം കൂടെ ഒത്തുകൂടി ACP ഒരു സജഷൻ വെച്ച് ACP വെച്ച സജഷൻ എന്ന് പറയാൻ എന്തുവാ, 2 ഹോം ഗാർഡിനെ അവിടെ നിയമിക്കും. അവർക്ക് പൈസ അവിടുത്തെ കടക്കാരും ബാക്കിയുള്ളവരും കൊടുക്കണമെന്ന്. അതിന് 1-2 ദിവസം അവർ വന്ന് അത് കളഞ്ഞിട്ട് പോയി. പിന്നെ ജനപ്രതിനിധികളെന്ന് പറയാൻ MLA 2 ദിവസം ഒരാളിനെ വിട്ട് അതും കളഞ്ഞിട്ട് പോയി. ബഹുമാനോട് MP സുരേഷ് സാറും ഇത് കണക്ക് വന്ന് 1-2 ദിവസം ആളിനെ കിട്ടി. പിന്നെ എല്ലാവരും കൈയൊഴിഞ്ഞ് പോയി. അവസാനം അവിടെയുള്ള ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. കൂടാതെ ഇതിൽ ഏറ്റവും വലിയ ഒരു അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സാണ്. അവർ സ്വമേധയാ ഒരു പരിധിവരെ അവർ ട്രാഫിക് നിയന്ത്രിക്കാറുണ്ട്. അവർക്കൊരു അപ്രീസിയേഷൻ കൊടുക്കേണ്ട ആവശ്യമാണ്. അവർക്കൊരു റെഡ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ. അതിൻ്റെ കൂടെ തന്നെ പല പ്രാവശ്യവും പല വ്യക്തികളുമായിട്ട് അവിടെ ഉടക്ക് കാണുന്നുണ്ട്, ആട്ടോക്കാരുമായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന പലരും അറിയാമല്ലേ, യങ്സ്റ്റേഴ്സാണ്, മാറ്റി വയ്ക്കാൻ പറയാൻ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യം ഉടക്ക് കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഒരുപാട് പേര് എന്നെ സമീപിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തനം എന്നുള്ള എൻ്റെ സമീപിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഹർജി കൊടുക്കുന്നു. അങ്ങനെ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് ഉത്തരവാകുന്നു. ഉത്തരവായി കഴിഞ്ഞപ്പം ആ ഒരു ജഡ്ജ്മെൻറ്റ് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് 3 പേരും സൈൻ ചെയ്യണം. കളക്ടർക്കും CPOയ്ക്കും വേണ്ടി വന്നിട്ട് സൈൻ ചെയ്ത് SHO സൈൻ ചെയ്തില്ല. SHO സൈൻ ചെയ്യാത്തതുകൊണ്ട് ആ ജഡ്ജ്മെൻറ്റ് ആയില്ല. പിന്നെ അതിനെതിരെ ഞാൻ ഹൈക്കോടതി കത്തെഴുതി, ഹൈക്കോടതിയുടെ വന്ന് പിന്നെ ഡയറക്ഷൻ അനുസരിച്ച് വീണ്ടും ഞാൻ ഹർജി കൊടുത്തു. അതിൽ SHO വന്ന് SHO ഒപ്പിട്ടു. അതിനുശേഷമാണ് ഇത് നിയമം. ഇത് ഒരു പോലീസ് തന്നെയാണ് അപ്പോയിൻ്റെ ഉത്തരവാകുന്നത്. ഞാൻ 2 പേരാണ് ചോദിച്ചത്. ഈ ഉത്തരവായിട്ട് സിറ്റി പോലീസ് കമ്മീഷണർ പോയി. സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു കഴിഞ്ഞാൽ വക്കീലെ ഒരു കാരണവശാലും ഇവിടെ ഇപ്പം സ്ട്രെങ്ത് ഇല്ല, ഇതേവരെ SHO ആണ് ഇതിൻ്റെ കൺസേൺ അതോറിറ്റി, അവർക്ക് ഞാൻ കോപ്പി കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കീലെ ഇവിടെ ആരുമില്ല, ഞങ്ങൾ തന്നെ ഓടി നടക്കുക, ഇനി എങ്ങനെ ഒപ്പിക്കും, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ. ഇത്തരം ആവശ്യങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഓഫീസർമാരുടെ പരിമിതിയുണ്ട്. അതുകൊണ്ട് ഒരു ലെവൽ ക്രോസിൽ നിർത്താനുള്ള സാഹചര്യം അവർക്കില്ല. ഒരു സ്ട്രെങ്തും ഇല്ലെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുവാ, ഞാൻ ACP ഇദ്ദേഹത്തിനെ വന്ന് കണ്ടു, DC കണ്ടു, ഡിസ്ട്രിക്ട് കമാൻഡറിനെ കണ്ടു. കമാൻഡർ പറഞ്ഞ് ഇവിടെ സ്ട്രെങ്ത് ഉണ്ട്, ബട്ട് വി ഷുഡ് ഹാവ് ആൻ ഓർഡർ ഫ്രം ദ DGP.
ഞാൻ എന്ത് ചെയ്തു, തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ അടുത്ത പുതിയ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് ഓർഡറും കോടതിയിലെ പ്രൊസീജിയർ ഓർഡറും എല്ലായിട്ട് DGP അവിടെ ചെന്നപ്പോൾ അവിടെ പൊങ്കുളിച്ച് മാഡത്തിനെ ചെന്ന് കണ്ടു. അദ്ദേഹം മാഡം വളരെ ഇപ്പോൾ ഒരു പബ്ലിക് മാറ്റർ ആയതുകൊണ്ട് ഷീസ് ഹാർട്ട്ലി വെൽക്കംസ് ആൻഡ് അപ്പോയിൻ്റ് ഓൺ മിസ്റ്റർ DYSP ഓൺ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹത്തിനെ പോയി കാണാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഉടനെ വിത്തിൻ ഡേയ്സ് ഐ ഷാൽ ഗീവ് ദ സാങ്ഷൻ ഫ്രം ഹിയർ. അതനുസരിച്ച് എൻ്റെ സാങ്ഷൻ എനിക്ക് അദ്ദേഹം DC ക്ക് കൊടുത്തു. DC വീണ്ടും പോലീസ് കമ്മീഷൻ കൊടുത്തു, സിറ്റി പോലീസ് കമ്മീഷൻ കൊടുത്തു. മാഡത്തിനെ വീണ്ടും പോയി കണ്ടു. മാഡം ഒരു പോലീസ് തന്നെ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നല്ല തന്നെയാണ് ഇപ്പോൾ പോലീസ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതെ, ഒരു പോലീസുകാരൻ്റെ 4 hours ഈച്ച് 8 hours പെർ ഡേ അവിടെ ഡ്യൂട്ടി ഉണ്ട്, രാവിലെയും വൈകിട്ടും തിരക്കുള്ള സമയത്ത്. അതുകൊണ്ട് ഒരു ഭാഗം വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം എന്തായാലും കൂട്ടിക്കട ഇപ്പം ഒരുപാട് ബ്ലോക്കായിരുന്നു, വർഷങ്ങളോളം ബ്ലോക്കായിരുന്നു, ഒരുപാട് പ്രശ്നമായിരുന്നു. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ വന്നപ്പോഴത്തേക്ക് എല്ലാം ശരിയായി. അയാൾ നല്ല കഴിവുള്ള ആളാണ്. ഈ പോലീസുകാർ വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത്. ആർക്കും ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. പോലീസുകാരൻ വന്നതുകൊണ്ട് ഇവിടെ ഗതാഗതത്തിൽ ഒരു കിലാതെ പോകുന്നത്. അല്ലെങ്കിൽ കൂട്ടിക്കടയിൽ നിൽക്കുമ്പോൾ ഒരു പേടി സ്വപ്നമാണ്. ആളുകൾ ഇതിലെ വരാൻ തന്നെ മടിക്കും. വന്നു കഴിഞ്ഞാൽ 3-4 ട്രെയിനാണ് ഒരു നേരം പോകുന്നത്. അപ്പോൾ അത്രയും വണ്ടികൾ ഇവിടെ അങ്ങേ അറ്റം വരെ കിടക്കും. പിന്നെ ഇവിടെ ആട്ടോക്കാരും കടക്കാരും എല്ലാവരും ഇവിടെയൊക്കെ ഇറങ്ങി കുറേയൊക്കെ നിയന്ത്രിച്ച് വിടും. ആളുകൾ നമ്മളെ ചീത്ത വിളിക്കാനും വരും. അപ്പോൾ ഈ പോലീസുകാരൻ വന്നതുകൊണ്ട് കറക്റ്റായിട്ട് വണ്ടികൾ ഓടിപ്പോകുന്നുണ്ട്, തിരക്കില്ലാതെ പോകുന്നുണ്ട്. പോലീസുകാരൻ പോയി കഴിയുമ്പോഴേ എല്ലാം കൊണ്ടുവന്ന് കുത്തി കയറ്റി ഇറക്കി അവിടെ ഇട്ടേക്കും. ഗേറ്റും അടക്കാക്കത്തില്ല. മിക്കപ്പോഴും ട്രെയിൻ ഇവിടെ നിർത്തിയിടല്ലേ. എത്ര പ്രാവശ്യം ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടേക്കുന്നു. ഗേറ്റ് അടയ്ക്കാൻ പറ്റത്തില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലേ. വണ്ടികളെല്ലാം ഇവിടെ കയറി അതിൻ്റെ നടുക്ക് കിടക്കും, പാളത്തിൻ്റെ നടുക്ക്. ഇപ്പം വന്നതുകൊണ്ട് തിരക്കില്ലാതെ പോകുന്നത്. ഒരു 8 മണി വരെ ഈ തിരക്ക് കാണത്തില്ല. വണ്ടിയെല്ലാം ലൈനായിട്ട് പോകുന്നുണ്ട്. താൽക്കാലികമായ ഒരു ആശ്വാസമെന്നാണ് പരിസരവാസികളും ജനങ്ങളും നമ്മളോട് പറയുന്നത്. എന്തായാലും ഈ അഭിഭാഷകൻ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഏതൊക്കെ കോടതിയിൽ പോലെ ഏതൊക്കെ നിയമവശം പഠിച്ചാലും വളരെയധികം ഒരു പോരാട്ടം നടത്തി തന്നെയാണ് അദ്ദേഹം ഈ നിയമം കരസ്ഥമാക്കി ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു പോലീസ് ഓഫീസറെ ഇവിടെ നിയമിച്ചതും ജനങ്ങൾക്ക് ഉപകാരമാകുന്ന ഒരു കാഴ്ചയാണ് വയനാട് കൂട്ടിക്കടയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.